ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നമുക്ക് വിഷ്ണു സഹസ്രനാമം എല്ലാവരും ജപിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതിനകത്ത് നമുക്ക് ചില ശ്ലോകങ്ങളൊന്ന് ചെല്ലാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീകൃത്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. മേഘശ്യാമം പീതകം ശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോഷാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായദാശം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. ശശാങ്കചക്രം സകിരീടകുണ്ഠലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലശോഭീ കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുധശ്യാമമായദാശമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വം വിഷ്ണുർവിഷഷ്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജാ മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവജ. അപ്പം ഇത് ഞാൻ 2-3 ലൈൻ ഇങ്ങനെ പാടിയെന്നേ ഉള്ളൂ. ഇത് വിഷ്ണു സഹസ്രനാമം എന്ന് സ്തോത്രം. അടുത്തത് നമുക്ക് നാരായണീയം എന്ന മഹഗ്രന്ഥത്തിലെ ഫസ്റ്റ് ലെസണിലെ ഒരു ഇത് നാരായണീയം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതിൻ്റെ അകത്തെ ആദ്യത്തെ ലെസണിന് ദശകം 1 അത് ഭഗവത് സ്വരൂപ മാഹാത്മ്യം അതാണല്ലോ ദശകം. അതിലെ 1-2 ശ്ലോകങ്ങൾ നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തനഭി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാചാ ദിവാവാ ഭജതി ബദജന ശുദ്രദൈവസ്ഫുടേയം ഏതേ താവതയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവമാശ്രയം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. അപ്പം വിഷ്ണു സഹസ്രനാമത്തിലെ 2-3 ശ്ലോകങ്ങളും നാരായണീയത്തിലെ 2 ശ്ലോകങ്ങളുമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. എല്ലാവർക്കും തന്നെ അത് ചൊല്ലാൻ അറിയുമായിരിക്കും. എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഇങ്ങനെയുള്ള നമ്മുടെ മഹത് ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കളുടെ നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം, ഇപ്പം വിഷ്ണു സഹസ്രനാമം ഇതെല്ലാം നമുക്കറിയാം. ഓരോ ഹിന്ദുക്കൾക്കും അറിയാവുന്ന ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അത് പഠിക്കാനും വായിക്കാനും ഒക്കെ പലർക്കും പല ബുദ്ധിമുട്ടുകൾ. ഒന്നാമത്തെ കാര്യം ഇത് സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൽ നമ്മൾ തെറ്റുകൂടാതെ വായിക്കണമല്ലോ. എന്തെങ്കിലും ഒരു അക്ഷര തെറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ ആയി പോകുന്നു. അപ്പോൾ നമുക്ക് സംസ്കൃതത്തെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പഠിക്കണമെന്ന് ഇതെങ്ങനെയാണ് വായിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ എനിക്കിഷ്ടമായിരുന്നു ഇതൊക്കെ വായിക്കാനൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം, പിന്നെ വിഷ്ണു സഹസ്രനാമം അതൊക്കെ വായിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിങ്ങനെ സംസ്കൃതത്തിലാകുമ്പോൾ നമുക്കത് എവിടെയാണ് അത് നിർത്തേണ്ടത്, എവിടം വരെ അത് ഇങ്ങനെ വായിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ. ഇപ്പം നമ്മളത് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം വേറെ ആയി പോകും, അതൊക്കെ ഉള്ളൊരു പേടി. അതുകൊണ്ട് നമ്മളത് വായിക്കാറില്ലായിരുന്നു. മേടിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. പഠിക്കണമെന്നൊക്കെ വലിയ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ കൃപ കൊണ്ട് അത് നമുക്ക് എന്താ പറയുക, നമുക്ക് മനസ്സിലിരുന്നിങ്ങനെ അതൊന്ന് അറിയണം, അതൊന്ന് വായിക്കാനായിട്ടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നി. അതെങ്ങനെയാണത് പഠിക്കുക. അപ്പോൾ നാരായണീയത്തെക്കുറിച്ചൊക്കെ പിന്നെ കൂടുതൽ എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ വലിയ ആചാര്യന്മാർ, സ്വാമികളൊക്കെ ഇതിനെക്കുറിച്ച പ്രഭാഷണങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന പഠന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം യാദൃശ്ചികമായിട്ടാണ്
തന്നെയാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ലാത്ത ഇതാണ്. പിന്നെ ഞാൻ യാദൃശ്ചികമായി ഞാൻ യൂട്യൂബിൽ ഇത് കാണാനിടയായി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഭഗവാനാണ് എന്നെ അത് കാണിച്ചു തന്നത്. നീ ഇതൊക്കെ പഠിക്കണം, നീ അറിയണം എന്നൊക്കെയുള്ളൂ. എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ചൊല്ലാനായിട്ട് കുറച്ച് പ്രയാസമാണല്ലോ. അപ്പോൾ അതെങ്ങനെ പഠിക്കുമെന്നൊക്കെ വളരെ നാളുകളായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഭഗവാനായിട്ട് കാണിച്ചു തന്ന ഒരു വഴിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണനാണ് അതെനിക്ക് ശരിയാക്കി തന്നത്. ഞാൻ യൂട്യൂബിൽ യാദൃശ്യമായിട്ടാണ് സ്വസ്തിക ഓൾ ഈസ് വെൽ എന്ന ചാനൽ ഞാൻ കാണാനിടയായി. അതിൻ്റെ ഒരു ഫോളോവേഴ്സായി. അപ്പം ആ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെ അറിയാൻ സാധിച്ചു. കൃഷ്ണൻ ഓർമ്മ വെച്ച നാളെ തൊട്ട് ഒരു കൃഷ്ണ ഭക്തയാണ് ഞാൻ. കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാനോ അങ്ങനെയുള്ള എൻ്റെ കുടുംബത്തിൽ കൃഷ്ണനെ കൂടുതൽ ഭക്തിയുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ചെറുപ്പത്തിലേക്ക് ഈ അമർ ചിത്രകൾ, ഭഗവാന്റെ ദശാവതാരം കഥകൾ, ഇതൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഈ അമർ ചിത്രങ്ങളൊക്കെ മേടിച്ച് വായിക്കുമായിരുന്നു. അന്ന് തൊട്ടേ എനിക്ക് ഈ ദശാവതാര കഥകളൊക്കെ വായിക്കുക. പിന്നെ എനിക്ക് കൂടുതൽ താല്പര്യം കൃഷ്ണൻ്റെ ഈ ഫിലിം കാണാനൊക്കെ ഇഷ്ടമായിരുന്നു. സിനിമകൾ, ശ്രീ ഗുരുവായൂരപ്പൻ, ഭക്തകുചേല, അങ്ങനെയൊക്കെയുള്ള. പിന്നെ കഥകളൊക്കെ ഇങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള കഥകളൊക്കെ കേൾക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും അങ്ങനെയുള്ള ഒരു വിഷയത്തിലോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ അറിയാനും ഒക്കെ നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിലൊരു AMS സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അവിടെയായിരുന്നു 25 വർഷം ഒക്കെ ആയിട്ട് നമ്മൾ ഡ്യൂട്ടിയും അതൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അത്ര ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇതിങ്ങനെ ഒക്കെ ടൈം കിട്ടാറില്ല. പക്ഷേ എനിക്ക് ക്ഷേത്രത്തിൽ പോകും, നാമം ജപിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഭഗവാനാണ് എൻ്റെ എല്ലാ എനിക്കറിയാം. എല്ലാ ശക്തിയും എൻ്റെ ബലം എല്ലാം ഭഗവാനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പക്ഷേ കൂടുതലായിട്ട് ഭഗവാനെക്കുറിച്ചുള്ള കഥകളൊക്കെ എനിക്കറിയാൻ സാധിച്ചത് ഞാൻ ഈ സ്വസ്തിക ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം ഡെയിലി ഇടുന്ന ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കൂടുതലായിട്ട് എനിക്ക് അറിവുകൾ അതിൽ നിന്നൊക്കെ കിട്ടി. അതിന് ശേഷം പിന്നെ ഞാൻ യാദൃശ്ചികമായിട്ടാണ് കണ്ടത് ഈ നാരായണീയ പഠന ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പലരുടെയും ക്ലാസ്സുകൾ അതിനകത്തുണ്ട്. ഒത്തിരി ആൾക്കാരുടെ ക്ലാസ്സുകളുണ്ട് നാരായണീയം പഠിപ്പിക്കുന്ന പഠന ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ആചാര്യൻ്റെ ഫേമസ് ആയിട്ടുള്ള പരിഗമനം ശ്രീധരൻ നമ്പൂതിരി സ്വാമിയുടെ ആചാര്യൻ്റെ ചാനൽ ഞാൻ കണ്ട്. അപ്പോൾ അതിനകത്ത് നാരായണീയ പഠന ക്ലാസ്സിൻ്റെ ഓരോ ദശകവും ഇങ്ങനെ നമ്പർ അനുസരിച്ച് ഞാനത് കേട്ട് റെപ്പറ്റീഷനായിട്ട് ഞാനിങ്ങനെ കേട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. എവിടെയാണ് നിർത്തേണ്ടത്, അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ടൊക്കെ ഞാൻ എഴുതി വയ്ക്കും ബുക്കിൽ. അതുപോലെ തന്നെ നാരായണീയം എന്ന് പറഞ്ഞൊരു പുസ്തകം എനിക്കുണ്ടായിരുന്നു. ഒരു പുസ്തകം ഞാനിത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി വെച്ച പുസ്തകമാണ്. പക്ഷേ എനിക്കത് എൻ്റെ ഒരു ഇതായതുകൊണ്ട് പക്ഷേ മലയാളത്തിൽ ഇതിൻ്റെ മീനിങ് എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ സംസ്കൃതത്തിൽ നമുക്ക് കൂട്ടി വായിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനത് റെപ്പറ്റീഷനായിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പം VRS ഒക്കെ എടുത്ത് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തു. അപ്പോൾ എനിക്ക് ടൈം കിട്ടി. ഇത് ഞാൻ റെപ്പറ്റീഷൻ അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തന്ന ആ ഭഗവാനായിരിക്കാം കൂടുതൽ അറിയാനുള്ള ഇതുകൊണ്ട് അതിങ്ങനെ അറിയണം എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നെ ഞാൻ അത് റെപ്പറ്റീഷനായിട്ട് ഇങ്ങനെ ഡെയിലി ഞാനത് കേൾക്കും. ഓരോ ദശകവും ഇങ്ങനെ പറയുന്നത് ഡെയിലി കേട്ട് അപ്പോൾ ഞാൻ ഈ ബുക്കിൽ തന്നെ അത് ബുക്കിൻ സൈഡിൽ എഴുതി വയ്ക്കും. അങ്ങനെ എവിടെയാണ് നിർത്തേണ്ടത്, അതിൻ്റെ മീനിങ് അങ്ങനെ ഉണ്ട്. അതിപ്പോൾ എനിക്ക് നന്നായിട്ട് വായിക്കാൻ പഠിച്ചു. ഓരോ ദശകവും ഞാൻ ഇതുപോലെ ഇങ്ങനെ കേട്ട് ഡെയിലി അങ്ങനെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് എനിക്ക് അത് ഇപ്പം ഞാനിത് ഒട്ടും വിചാരിച്ചില്ല എനിക്ക് സംസ്കൃതം ഇതുപോലെ എനിക്ക് വായിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. അതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ വിഷ്ണു സഹസ്രനാമം ഇതുപോലെ തന്നെ അത് എനിക്ക് ഞാനിങ്ങനെ അതിൻ്റെ മാഹാത്മ്യം ഞാനിതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുന്ന കാര്യം. പക്ഷേ നമ്മളത് തുറന്നു നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഭയങ്കര കട്ടിപ്പെട്ട ഒരു സെൻറ്റൻസും നമുക്കത് വായിക്കാനായിട്ടുള്ള ഒരു സംസ്കൃതം ആയതുകൊണ്ട് നമ്മൾ വായിച്ചാൽ അത് അർത്ഥം വേറെ ആയി പോകും എന്നൊക്കെയുള്ളൊരു പേടി. അപ്പോൾ തെറ്റ് തിരുത്തി തരാനായിട്ട് നമുക്ക് അങ്ങനെ സംസ്കൃതത്തിൽ ജ്ഞാനമുള്ള നമ്മുടെ ഫ്രണ്ട്സോ കൂടെ ആരും ഉണ്ടായിരുന്നില്ല.
അപ്പം ഞാൻ അതും ഇതുപോലെ തന്നെ ഞാൻ ഇതിങ്ങനെ നമ്മുടെ ആചാര്യരുണ്ടായിരുന്ന ഉദിത് ചൈതന്യ സ്വാമിയുടെ വീഡിയോ കേൾക്കാനിടയായി. ഇങ്ങനെ വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ജപിക്കുന്നത് അത് ഞാൻ റെപ്പറ്റീഷനായിട്ട് ഇങ്ങനെ ഡെയിലി ഞാനിതിൽ കേട്ടുകൊണ്ട് കുറേ നാളുകളായി ഇങ്ങനെ കേട്ട് അത് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇത് വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് അടയാളപ്പെടുത്തി വയ്ക്കും, എവിടെയാണ് നിർത്തേണ്ടത്, ഏതാണ് വായിക്കേണ്ടത്. അങ്ങനെ പിന്നെ ഇതിൻ്റെ അങ്ങനെ ഇപ്പം എനിക്കിത് അനായാസനം വിഷ്ണു സഹസ്രനാമം ഞാൻ വായിക്കാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെ ഞാനിത് അവിടെ ഇത് വായിക്കാറുണ്ട്. വിഷ്ണു സഹസ്രം ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയായിട്ട് കരുതുന്നു. എനിക്കത് പഠിക്കണമെന്ന് വളരെ താല്പര്യം, ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത് ഭഗവാൻ കാണിച്ച് തന്നതാണ് പഠിക്കുക. അതുപോലെ തന്നെ നാരായണീയം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം മാറ്റിക്കൊടുത്തു അത് ഈ കൃതി എഴുതിയതിന് ശേഷം. എന്നാൽ അത് ഇത്രത്തോളം മാഹാത്മ്യമുള്ള ഒരു ഇതാണെന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിവ് കിട്ടിയത് ഇങ്ങനെ ആചാര്യന്മാരിങ്ങനെ പറഞ്ഞ് ആ വീഡിയോസുകളൊക്കെ ഞാനിങ്ങനെ കേട്ടാണ് എനിക്ക്. അപ്പം നമുക്ക് മനസ്സിലാവും നാരായണീയത്തിനൊക്കെ ഇത്ര. അതുപോലെ തന്നെ ഇത്രയും അറിവ് ഉണ്ടായിരുന്നില്ല. അതായത് ഭഗവാൻ ശ്രീകോവിലിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ട് ഭട്ടതിരിക്ക് കാണിച്ചു കൊടുത്തു. അത് ആ വർണ്ണന ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അഗ്രേ പശ്യാമി തേജോ നിബിഡതകര. അതായത് ഭഗവാൻ ശ്രീകോവിലിനകത്ത് ഗോപികമാരും നാരദ മഹർഷി അങ്ങനെ എല്ലാവരുമായിട്ട് ഇതായിട്ടുള്ള ഇത് ഭട്ടതിരിക്ക് കാണിച്ചു കൊടുത്തു. ആ വിവരണമാണ് ഭട്ടതിരിപ്പാട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത്രയ്ക്ക് മാഹാത്മ്യമുള്ള. അതുപോലെ തന്നെ ഭാഗവതത്തിൽ ശ്ലോകങ്ങൾ ചുരുക്കിയാണല്ലോ നാരായണ. അപ്പം അതും അങ്ങനെയുള്ള ഒരു അറിവും അങ്ങനെ ഒത്തിരി ഇതിനെ സംബന്ധിച്ചുള്ള ഒത്തിരി അറിവുകൾ എനിക്ക് സാധിച്ചു. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു. അപ്പം ഇത്രയാണ് എനിക്ക്. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ഈ നാരായണീയം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതിനുള്ള പല ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ ഇതായിട്ട് അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കുക, അത് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് ഇപ്പം ഇതെല്ലാം പിന്നെ ഞാനിങ്ങനെ എൻ്റെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതെല്ലാം ഒന്ന് പഠിച്ചെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഭഗവാനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും സാധിച്ചു. അതിൻ്റെ കഥകളും ഒക്കെ എങ്ങനെയാണ് അത് എഴുതാനുണ്ടായ സാഹചര്യം, അതുപോലെ വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെയുള്ള അതും. അപ്പം നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കേട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ടുള്ള അറിവ്. അപ്പോൾ അത് ജപിച്ചാലുണ്ടായുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് അതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിവുണ്ടായിരുന്നില്ല. അപ്പം ഇതെല്ലാം ഭഗവാൻ കാട്ടിത്തന്ന ഒരു വഴിയാണെന്നാണ് എൻ്റെ ദൃഷ്ടിയിൽപ്പെടുത്തി. അതെല്ലാം കേൾക്കൂ എന്നുള്ള രീതിയിൽ എന്നോട് നീ അത് പഠിക്കൂ ഒക്കെ ഉള്ള ഒരു നിർദ്ദേശം പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത്. അപ്പം അങ്ങനെ ഞാനിതെല്ലാം ഇപ്പം എനിക്കിതൊക്കെ അനായാസനം വായിക്കണം. ഇങ്ങനെ നാരായണീയം ഓരോ ദശകം ആയിട്ടിങ്ങനെ വായിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഓരോ ഇതിനകത്ത് കാണുന്നത് ഞാനിങ്ങനെ കേൾക്കും. കേട്ട് ഞാനിങ്ങനെ സംശയമുള്ളതൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെയാണ് ഞാനിതൊക്കെ പഠിച്ചത്. അപ്പോൾ ഇത്രയാണ്. നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അനായാസനം സംസ്കൃതമാണേലും അത് പഠിച്ചെടുക്കാം. അത് അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരാനുള്ളപ്പം ഇത്രയാണ്. അപ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാനിങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ ഒന്ന് പറയാനായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരേ കൃഷ്ണ.